നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കനാണ് കേട്ടോ, ഫ്രൈഡ് ചിക്കൻ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം, എന്നാൽ കുറച്ച് ഇത്തിരി ഇതുള്ള പണിയാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കുറച്ച് വലിയ വലിയ പീസുകൾ തന്നെ ബോൺലെസ് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. എന്നിട്ട് അതിനുള്ള ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ചിട്ട് നമ്മൾ പിന്നെ വീണ്ടും മൈദയും കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് ഇതിനെ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ചിക്കൻ കേട്ടോ, ബോൺലെസ് ചിക്കൻ. അതിലേക്ക് ആദ്യം ഒരു സ്പൂൺ പുളിക്കാത്ത തൈര് ഒഴിക്കണം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ പുളിക്കാത്ത തൈര്, ഒരു ഹാഫ് ലൈം കേട്ടോ, ഹാഫ് ലൈം. മുട്ടയല്ലേ, ഒരു മുട്ട, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, പെപ്പർ പൊടി, മുളക് പൊടി, മൈദപ്പൊടി കുറച്ച്. ചിക്കൻ അനുസരിച്ചിട്ട് ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട് കോട്ടാൻ എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വയ്ക്കുക. ഉപ്പ് കേട്ടോ, ആവശ്യത്തിന് ഉപ്പ്. ഫ്രൈഡ് ചിക്കനുള്ള നമ്മൾ ആ മൈദ 2 കപ്പ് കേട്ടോ, 2 കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് ആയാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എത്ര ചിക്കന് വേണ്ട ഇത്. പിന്നെ കുറച്ച് പെപ്പർ പൊടി ഇടണം, കുറച്ച് പെപ്പർ പൊടി, കുറച്ച് ഉപ്പ് പൊടി, ഇതിന് വേണ്ട ഉപ്പ് പൊടി, കുറച്ച് മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. എല്ലാം കൂടെ ഒന്ന് നമുക്ക് ആക്കി വയ്ക്കുക. ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ഇങ്ങനെ ആക്കി വയ്ക്കുക. നമ്മൾ മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ അരമണിക്കൂർ വെച്ചതിന് ശേഷം ആ പൊടി, നമ്മളെ മൈദപ്പൊടി എല്ലാം കൂടെ ഉള്ളതുണ്ട്, ആ ഇതിൽ മുക്കിയിട്ട് ഇതങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇതങ്ങനെ വെക്കുക കേട്ടോ. അങ്ങനെ വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുക. എല്ലാം കൂടെ ഒന്നൊന്നായിട്ടും ചെയ്യാം, എല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിനെ അങ്ങനെ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പാൻ വെച്ചു, ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ആ ചിക്കനൊക്കെ വറുത്തെടുക്കും. ഓയിൽ നന്നായി ചൂടുമ്പോൾ നമ്മൾ ആ മുക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുക കേട്ടോ. ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഓക്കെ,
തിരിച്ചിടുക. തിരിച്ചെല്ലാം ഇതായി കഴിഞ്ഞാൽ എല്ലാം എടുക്കാം കേട്ടോ. നമുക്ക് എല്ലാ എണ്ണയിൽ നിന്ന് എടുക്കാം. ഓക്കെ. ഓക്കെ, അപ്പോൾ അടുത്തത് ഇതുപോലെ വേവിച്ചെടുക്കുക എല്ലാം. ഇതാണ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കേട്ടോ. നന്നായിട്ടുണ്ട്. ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ചുമ്മാ നമുക്ക് കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം, ഫ്രൈഡ് റൈസ് അങ്ങനത്തുള്ളതിൻ്റെ കൂടെ. പക്ഷെ നന്നായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.